ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 70-ാം ദിവസം. ബാലാം മോവാബിലെത്തുന്നു. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം, 105-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഇസ്രായേലിനെ ഭയന്ന് മോവാബിൻ്റെ രാജാവായ ബാലാഖ് മന്ത്രവാദിയായ ബാലാമിനെ സമീപിക്കുന്നതും ബാലാമിന് കഴുതയിലൂടെ കർത്താവ് വെളിപാട് നൽകുന്നതും നാം സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കുന്നതിനും പാളയത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും വിവിധ നിയമങ്ങളും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും വായിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന കാലത്ത് എത്രമാത്രം വിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം. ഇസ്രായേല്യർ നീങ്ങി മോവാബ് സമതലങ്ങളിൽ ജെറീക്കോയുടെ ജോർദാന് മറുകരയിൽ പാളയമടിച്ചു. ബാലാഖ് ബാലാമിനായി ആളയക്കുന്നു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് കണ്ടു. ആ ജനത്തിനു മുമ്പിൽ മോവാബ് ഏറെ ഭയന്നു, കാരണം അത് വലുതായിരുന്നു. ഇസ്രായേല്യർക്ക് മുമ്പിൽ മോവാബ് പരിഭ്രാന്തമായി. മിദിയാനിലെ പ്രമാണികളോട് മോവാബ് പറഞ്ഞു, കാള വയലിലെ പച്ചപ്പ് തിന്നൊടുക്കുന്നത് പോലെ ഈ കൂട്ടം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നക്കിയെടുക്കും. സിപ്പോറിൻ്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മോവാബിൻ്റെ രാജാവ്. അവൻ നദീതീരത്ത് സ്വജന വിഭാഗത്തിൻ്റെ നാടായ പെത്തോറിലേക്ക് ബയോറിൻ്റെ പുത്രനായ ബാലാമിനെ കണ്ടുമുട്ടാനും ഇപ്രകാരം പറയുവാനുമായി അവൻ്റെ പക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്ന് ഒരു ജനം പുറപ്പെട്ടിരിക്കുന്നു. ഇതാ, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. അത് എനിക്കടുത്തായി വാസമാക്കിയിരിക്കുകയാണ്. അത് എന്നേക്കാൾ പ്രബലമായതുകൊണ്ട് ഇപ്പോൾ നീ സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനായിരിക്കുമെന്നും നീ ശപിക്കുന്നവൻ ശപ്തനായിരിക്കുമെന്നും എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ അതിനെ പ്രഹരിക്കാനും ദേശത്ത് നിന്ന് അതിനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കും. മോവാബിലെ പ്രമാണിമാരും മിദിയാനിലെ പ്രമാണിമാരും തങ്ങളുടെ കൈവശം പ്രാശ്നിക ദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാമിൻ്റെ പക്കൽ ചെന്ന് ബാലാക്കിൻ്റെ വാക്കുകൾ അവനോട് ഉണർത്തിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ രാപ്പാർക്കുവിൻ. കർത്താവ് എന്നോട് സംസാരിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മോവാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോടുകൂടെ താമസിച്ചു. ദൈവം ബാലാമിൻ്റെ പക്കലെത്തി ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ ആളുകൾ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മോവാബ് രാജാവും സിപ്പോറിൻ്റെ മകനുമായ ബാലാഖ് എൻ്റെ പക്കൽ സന്ദേശമയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. ഇപ്പോൾ നീ വന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. ഒരുപക്ഷെ അതുമായി യുദ്ധം ചെയ്യാനും അങ്ങനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കാം. ദൈവം ബാലാമിനോട് അരുൾ ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്. ആ ജനത്തെ നീ ശപിക്കുകയുമരുത്, എന്തെന്നാൽ അത് അനുഗ്രഹീതമാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളുവിൻ, കാരണം ഞാൻ നിങ്ങളോടുകൂടി പോരുന്നതിനുള്ള അനുവാദം കർത്താവ് നിഷേധിച്ചിരിക്കുന്നു. മോവാബ് പ്രഭുക്കന്മാർ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ പക്കൽ ചെന്ന്, ഞങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നതിന് ബാലാം വിമുഖനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ബാലാക്ക് അവരെക്കാൾ സംഖ്യാതീതരും പ്രഗത്ഭരുമായ പ്രഭുക്കന്മാരെ അയക്കാനാണ് വീണ്ടും ഒരുമ്പെട്ടത്. അവർ ബാലാമിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് ഇങ്ങനെ പറയുന്നു, എൻ്റെ പക്കലേക്ക് സഞ്ചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതേ.
ഞാൻ നിന്നെ ഉത്തരോത്തരം ബഹുമാനിക്കാം. നീ എന്നോട് പറയുന്നതെന്തും ഞാൻ ചെയ്തു കൊള്ളാം. സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിൻ്റെ സേവകരോട് ബാലാം മറുപടിയായി പറഞ്ഞു, ബാലാക്ക് അവൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും ചെറുതോ വലുതോ ആയി എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിർദ്ദേശം ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളും രാത്രി താമസിക്കുവിൻ. കർത്താവ് കൂടുതലായി എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിൻ്റെ പക്കൽ വന്ന് അവനോട് പറഞ്ഞു, ആ ആളുകൾ നിന്നെ വിളിക്കാൻ വന്നതാണെങ്കിൽ നീ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക. എന്നാൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെന്തോ അതുമാത്രം നീ ചെയ്യണം. ബാലാം രാവിലെ എഴുന്നേറ്റ് തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ടു. മോവാബ് പ്രഭുക്കന്മാരോടൊപ്പം അവൻ യാത്ര തിരിച്ചു. ബാലാമിൻ്റെ കഴുതയിലൂടെയുണ്ടായ വെളിപാട്. അവൻ യാത്ര തിരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതിയോഗിയായി വഴിയിൽ നിലയുറപ്പിച്ചു. അവൻ തൻ്റെ കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. അവൻ്റെ കൂടെ അവൻ്റെ 2 ഭൃത്യന്മാരുമുണ്ടായിരുന്നു. തൻ്റെ കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കഴുത കണ്ടു. വഴിയിൽ നിന്ന് മാറി വയലിലൂടെ കഴുത നടന്നു തുടങ്ങി. കഴുതയെ വഴിയിലേക്ക് തിരിക്കാനായി ബാലാം അതിനെ പ്രഹരിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടങ്ങളുടെ അപ്പുറവും ഇപ്പുറവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് സ്വയം ഒതുങ്ങി. ബാലാമിൻ്റെ കാൽ മതിലിനോട് ചേർന്ന് ഉരഞ്ഞു. അവൻ അതിനെ പ്രഹരിക്കുന്നത് തുടർന്നു. കർത്താവിൻ്റെ ദൂതൻ കുറുകെ നടക്കുന്നതും തുടർന്നു. ഇടംവലം തിരിയാൻ മാർഗമില്ലാതെ ഇടുങ്ങിയ സ്ഥലത്ത് അവൻ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബാലാമിൻ്റെ കീഴിലായി കിടന്നു കളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയുടെ വായ് തുറന്നു. അത് ബാലാമിനോട് ചോദിച്ചു, ഈ 3 വട്ടവും നീ എന്നെ പ്രഹരിച്ചല്ലോ. ഞാൻ നിന്നോട് എന്തു ചെയ്തു? ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ട് തന്നെ. എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പോൾ കഴുത ബാലാമിനോട് ചോദിച്ചു, നിൻ്റെ കഴുതയല്ലേ ഞാൻ? ഈ ദിവസം വരെ എന്നും നീ എൻ്റെ പുറത്ത് സവാരി ചെയ്തു. ഇപ്രകാരം നിന്നോട് ചെയ്യുന്നതിന് ഞാൻ എന്തെങ്കിലും ഒരുമ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടത് കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദൂതനെയാണ്. അവൻ മുഖം മുട്ടെ പ്രണമിച്ച് ആരാധിച്ചു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, എന്തിനെ പ്രതിയാണ് നീ നിൻ്റെ കഴുതയെ ഈ 3 പ്രാവശ്യവും അടിച്ചത്? എൻ്റെ മുമ്പിൽ നിൻ്റെ വഴി അപകടകരമായതുകൊണ്ട് ഞാനിതാ പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ഈ 3 വട്ടവും കഴുത എന്നെ കണ്ടിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ ഇതിനകം ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങനെ കണ്ടുമുട്ടാൻ വഴിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ ഇത് തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ആളുകളോടൊപ്പം നീ പൊയ്ക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനം മാത്രമേ നീ സംസാരിക്കാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോടുകൂടി ബാലാം യാത്രയായി. ബാലാം മോവാബിൽ. ബാലാം വരുന്നു എന്ന് കേട്ടപ്പോൾ ബാലാക്ക് അവനെ എതിരേൽക്കാനായി അതിർത്തിയുടെ അറ്റത്തെ അർണോൺ പ്രദേശത്തോട് ചേർന്നുള്ള ഈർമോം മോവാബിലേക്ക് പുറപ്പെട്ടു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, ഞാൻ നിൻ്റെ പക്കലേക്ക് നിന്നെ വിളിക്കാനായി ആകാംക്ഷയോടെ ആളയച്ചില്ലേ? എൻ്റെ പക്കലേക്ക് എന്താണ് നീ യാത്ര തിരിക്കാതിരുന്നത്? നിന്നെ ആദരിക്കാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല എന്നതുകൊണ്ടാണ്. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കാകുമോ എന്തോ? ദൈവം എൻ്റെ വായിൽ നിക്ഷേപിക്കുന്ന വചനം അതായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ബാലാം ബാലാക്കുമൊത്ത് നടന്നു. അവർ കിരിയാത്ത് ഹുസോത്തിൽ ചെന്നു. ബാലാക്ക് ആടുമാടുകളെ ബലിയർപ്പിക്കുകയും ബാലാമിനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും കൊടുത്തയക്കുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ ബാലാക്ക് ബാലാമിനെ കൂട്ടി അവനെ ബാമോത്ത് ബാൽമല കയറ്റി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ബാഹുല്യം ദർശിച്ചു. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം. ഒരാളും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്. തൻ്റെ പിതാവിൻ്റെ ഉടയാട അനാവരണം ചെയ്യരുത്. കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശനം. വൃഷ്ണം ചതഞ്ഞുടഞ്ഞതോ ഛേദിക്കപ്പെട്ടതോ ആയ ഒരാൾ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. ജാരസന്തതി കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്.
അവൻ്റെ 10ാമത്തെ തലമുറയുൾപ്പെടെ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അമ്മോൻകാരനോ മോവാബുകാരനോ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സംഘത്തിൽ ഒരിക്കലും പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന വഴിക്ക് അവർ നിങ്ങളെ അപ്പവും വെള്ളവുമായി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിന്നെ ശപിക്കാനായി അവൻ ആറാം നഹറാമിലെ പെത്തോറിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബാലാമിനെ നിനക്കെതിരെ കൂലിക്ക് നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും നിൻ്റെ ദൈവമായ കർത്താവ് ബാലാമിനെ കേൾക്കാൻ മനസ്സായില്ല. നിൻ്റെ ദൈവമായ കർത്താവ് ശാപത്തെ നിനക്കുള്ള അനുഗ്രഹമായി മാറ്റി. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ ക്ഷേമമോ നന്മയോ നീ അന്വേഷിക്കരുത്. ഏദോംകാരനെ നീ വെറുക്കരുത്. അവൻ നിൻ്റെ സഹോദരൻ തന്നെ. ഈജിപ്തുകാരനെ നീ വെറുക്കരുത്. എന്തെന്നാൽ നീ അവൻ്റെ നാട്ടിൽ പ്രവാസിയായിരുന്നു. അവർക്ക് ജനിക്കുന്ന മക്കൾ, അതായത് അവരുടെ 3ാം തലമുറ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. പാളയത്തിൻ്റെ വിശുദ്ധി. നിൻ്റെ ശത്രുക്കൾക്കെതിരെ നീ പടയായി പുറപ്പെടുമ്പോൾ എല്ലാവിധ ദുഷ്കാര്യത്തിൽ നിന്ന് നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. നിശാസ്ഖലനത്താൽ നിൻ്റെ മധ്യേ ഒരാൾ ശുദ്ധിയില്ലാത്തവനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തുവയ്ക്ക് പോകട്ടെ. പാളയത്തിനകത്തേക്ക് അവൻ പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ ജലം കൊണ്ട് കഴുകി സൂര്യാസ്തമയത്തോടെ അവൻ പാളയത്തിനകത്തേക്ക് വരികയും ചെയ്യട്ടെ. പാളയത്തിന് പുറത്ത് നിനക്ക് വെളിമ്പറമ്പ് ഉണ്ടായിരിക്കണം. അവിടെ പുറത്ത് നിനക്ക് വിസർജിക്കാം. നിൻ്റെ സാമഗ്രികളോടൊപ്പം നിനക്കൊരു കുത്തുപാരയും ഉണ്ടായിരിക്കണം. നീ വെളിക്കിറങ്ങുമ്പോൾ അതുകൊണ്ട് കുഴി കുത്തുകയും തിരിഞ്ഞ് നിൻ്റെ വിസർജ്യം മൂടുകയും വേണം. നിന്നെ രക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരാനും നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പാളയമധ്യേ സഞ്ചരിക്കുന്നതുകൊണ്ട് നിൻ്റെ പാളയങ്ങൾ വിശുദ്ധമായിരിക്കണം. അറപ്പുണ്ടാക്കുന്നത് എന്തെങ്കിലും നിന്നിൽ കണ്ടിട്ട് അവിടുന്ന് നിൻ്റെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കട്ടെ. വിവിധ നിയമങ്ങൾ. യജമാനൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് നിൻ്റെ അടുക്കലെത്തിയ ഒരടിമയെ അവൻ്റെ യജമാനന് നീ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവൻ തിരഞ്ഞെടുക്കുന്ന നിൻ്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അവന് യോജിച്ചവരടുത്ത് നിന്നോടുകൂടി അവൻ വസിച്ചു കൊള്ളട്ടെ. അവനെ നീ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ പുത്രിമാരിലാരും ദേവദാസിയാകരുത്. ഇസ്രായേൽ പുത്രന്മാരിലാരും ദേവദാസനാകരുത്. വേശ്യയുടെ കൂലിയോ നായയുടെ പ്രതിഫലമോ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഏതെങ്കിലും നേർച്ചയായി നീ കൊണ്ടുവരരുത്. ഇവ രണ്ടും നിൻ്റെ ദൈവമായ കർത്താവിന് നിന്ദ്യമാണ്. പലിശയ്ക്ക് പണമോ ഭക്ഷ്യമോ എന്തെങ്കിലും സാധനമോ അത് പലിശയ്ക്ക് കൊടുക്കാവുന്നതാണെങ്കിൽ കൂടി നിൻ്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. എന്നാൽ അന്യജനത്തിന് പലിശയ്ക്ക് കൊടുക്കാം. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ സകല കരവേലയിലും നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിൻ്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഒരു നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ വൈകരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നിശ്ചയമായും അതിൻ്റെ കണക്ക് ചോദിക്കും. അങ്ങനെ അത് നിന്നിൽ പാപമായി പരിണമിക്കും. എന്നാൽ നേർച്ച നേരുന്നത് നീ ഒഴിവാക്കിയാൽ അത് നിന്നിൽ പാപമായി പരിണമിക്കുകയില്ല. നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് നീ സൂക്ഷിക്കുകയും പാലിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിന് നീ നേർന്നിരിക്കുന്നത് നിൻ്റെ അധരം കൊണ്ട് പ്രഖ്യാപിച്ച സ്വാഭീഷ്ട കാഴ്ചയാണ്. നിൻ്റെ അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മനതൃപ്തിയാവോളം നിനക്ക് മുന്തിരി ഭക്ഷിക്കാം. എന്നാൽ നിൻ്റെ കുട്ടയിലേക്കിടരുത്. നിൻ്റെ അയൽക്കാരൻ്റെ കതിർവയലിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർമണികൾ പറിക്കാം. എന്നാൽ നിൻ്റെ അയൽക്കാരൻ്റെ കതിറിന്മേൽ നീ അരിവാൾ വയ്ക്കരുത്. സങ്കീർത്തനം 105. ഇസ്രായേലിനെ നയിച്ച ദൈവം. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ കൃത്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിയിക്കുവിൻ. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ. അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ എല്ലാ വിസ്മയകൃത്യങ്ങളെയും കുറിച്ച് ധ്യാനിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലവും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയകൃത്യങ്ങൾ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധി പ്രസ്താവനകളും ഓർക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതി, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ യാക്കോബ്യരെ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനിലുമുണ്ട്. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിച്ചു.
1000 തലമുറയോട് വചനം അനുശാസിച്ചു. അത് അവിടുന്ന് അബ്രാഹത്തോട് ചെയ്തതാണ്. ഇസ്ഹാക്കിനോടുള്ള അവിടുത്തെ ശബ്ദവുമാണ്. അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങളുടെ അവകാശവിഹിതമായി കാനൻ നാട് ഞാൻ നൽകും. അവർ എണ്ണത്തിൽ തുലവും കുറഞ്ഞവരും പരദേശികളുമായിരിക്കെ ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയിലേക്ക്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു ജനത്തിലേക്ക് അലഞ്ഞു നടന്നിരുന്നു. അവരെ പീഡിപ്പിക്കാൻ മനുഷ്യനെ അവിടുന്ന് അനുവദിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശകാരിച്ചു. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഉപദ്രവം ചെയ്യരുത്. അവിടുന്ന് നാടിനുമേൽ ക്ഷാമം വിളിച്ചു വരുത്തി അപ്പത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് മുമ്പേ ജോസഫിനെ അയച്ചു. അവൻ അടിമയായി വിൽക്കപ്പെട്ടു. അവർ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് പീഡിപ്പിച്ചു. അവൻ്റെ കഴുത്ത് ഇരുമ്പ് പട്ടയിലായി. അവൻ്റെ വചനം നിറവേറിയ സമയം വരെ കർത്താവിൻ്റെ വചസ്സ് അവനെ അഗ്നിശോധന ചെയ്തു. രാജാവ് ആളയച്ചു. ജനങ്ങളുടെ ഭരണകർത്താവ് അവനെ വിടുവിച്ചു. അദ്ദേഹം അവനെ സ്വതന്ത്രനാക്കി. അദ്ദേഹം അവനെ തൻ്റെ ഭവനത്തിന് നാഥനും തൻ്റെ സമ്പത്തിൻ്റെ എല്ലാം ഭരണകർത്താവുമായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരെ യഥേഷ്ടം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ അവൻ ജ്ഞാനമതികളാക്കി. തുടർന്ന് ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഹാമിൻ്റെ നാട്ടിൽ പ്രവാസിയായി. ദൈവം തൻ്റെ ജനത്തെ ഏറെ പെരുകാനിടയാക്കി. അതിനെ തൻ്റെ വൈരികളേക്കാൾ പ്രബലരാക്കി. തൻ്റെ ജനത്തെ വെറുക്കാൻ, തൻ്റെ ദാസരോട് കൗശലം കാണിക്കാൻ അവിടുന്ന് അവരുടെ ഹൃദയം മറിച്ചു. അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു. അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും അവർ പ്രകടമാക്കി. അവിടുന്ന് അന്ധകാരമയച്ച് ഇരുട്ടാക്കി. അവർ അവിടുത്തെ ബാധകൾ ചെറുത്തു നിന്നില്ല. അവിടുന്ന് അവരുടെ ജലാശയങ്ങൾ രക്തമായി മാറ്റി. അവരുടെ മത്സ്യഗണത്തെ നിഹനിച്ചു. അവരുടെ നാട് നിറയെ തവളകളായി. അവരുടെ രാജാക്കന്മാരുടെ ഉൾമുറികളിലും അവിടുന്ന് കൽപ്പിച്ചു. ഈച്ചക്കൂട്ടം വന്നു. അവരുടെ പ്രദേശത്തെങ്ങും പേനുകളും. അവിടുന്ന് മഴയെ അവർക്ക് കന്മഴയാക്കി, മീനുകളെ അവരുടെ നാട്ടിൽ അഗ്നിയും. അവിടുന്ന് അവരുടെ മുന്തിരിച്ചെടിയും അത്തിവൃക്ഷവും നശിപ്പിച്ചു. അവരുടെ പ്രദേശത്തെ വൃക്ഷഗണം തകർത്തു. അവിടുന്ന് കൽപ്പിച്ചു. വെട്ടുക്കിളികൾ ഗണം വന്നു, അസംഖ്യമായി പച്ചക്കുതിര ഗണവും. അവ അവരുടെ നാട്ടിലെ സകല സസ്യവും തിന്നു. അവരുടെ നിലത്തിൻ്റെ ഫലം തിന്നൊടുക്കി. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലിനെയെല്ലാം സകല പൗരുഷനുമുള്ള ആദ്യഫലം അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് അവരെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ ഗോത്രങ്ങളിൽ ഒന്നിനും കാലിടറിയില്ല. അവരുടെ പുറപ്പാടിൽ ഈജിപ്തുകാർ സന്തോഷിച്ചു. എന്തെന്നാൽ അവരെപ്പറ്റിയുള്ള ഭീതി അവരുടെ മേൽ നിപതിച്ചിരുന്നു. അവിടുന്ന് തണലിന് വേണ്ടി ഒരു മേഘവും രാത്രിയെ പ്രകാശിപ്പിക്കാൻ അഗ്നിയും വിരിച്ചു. അവർ ചോദിച്ചു. അവിടുന്ന് കാടപ്പക്ഷിഗണത്തെ വരുത്തി. ആകാശത്തിൻ്റെ അപ്പം കൊണ്ട് അവിടുന്ന് അവരെ തൃപ്തിപ്പെടുത്തി. അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി. അത് ഉണങ്ങിയ ഇടങ്ങളിലൂടെ നദിയായി പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെ, തൻ്റെ ദാസനായ അബ്രാഹത്തെ അനുസ്മരിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ ആനന്ദത്തോടെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആർപ്പുവിളിയോടെ പുറത്തെത്തിച്ചു. ജനപദങ്ങളുടെ അധ്വാനഫലം അവർ കൈയടക്കും വിധം അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. അവർ അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കാനും നിയമങ്ങൾ കാത്തുസൂക്ഷിക്കാനുമായിരുന്നു അത്. ഹല്ലേലൂയ.